നമസ്കാരം. ഇന്നലത്തെ പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ വാർത്ത ഞാൻ ആദ്യം വായിക്കാം. സ്വവർഗ വിവാഹം പുനർപരിശോധനാ ഹർജികൾ തള്ളി. സ്വവർഗ വിവാഹത്തിന് നിയമാനുമതി നൽകാനാവില്ലെന്ന ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരായ പുനർപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസുമാരായ സോ കൂട്ടരാണ് ഒരു കൂട്ടം പുനർപരിശോധനാ ഹർജികൾ ചേംബറിൽ പരിശോധിച്ച് തള്ളിയത്. പിന്നെ കുറച്ച് ഇന്ന ജഡ്ജസ് അടങ്ങുന്ന ബെഞ്ചാണ് 2023 ഒക്ടോബർ 17 വിധി പറഞ്ഞത്. സ്വവർഗ വിവാഹത്തിന് നിയമാനുമതി നൽകാനാവില്ലെന്നും അതിനുള്ള നിയമനിർമ്മാണം നടത്തേണ്ടത് പാർലമെന്റ് ആണെന്നുമാണ് വിധിച്ചത്. വിവാഹത്തിനുള്ള അവകാശം മൗലികമോ നിബന്ധനകളില്ലാത്തതോ അല്ലെന്നും സ്വവർഗ ദമ്പതിമാർക്ക് കുട്ടികളെ ദത്തെടുക്കാൻ അവകാശം നൽകാനാവില്ലെന്നും സുപ്രീം കോടതി വിധിച്ചിരുന്നു. സ്വവർഗ ദമ്പതിമാർക്ക് വിവാഹം കഴിക്കാൻ അനുമതി നിഷേധിക്കുന്ന സ്പെഷ്യൽ മാരേജ് ആക്ടിലെ വകുപ്പുകൾ റദ്ദാക്കാനാവില്ല. സ്വവർഗ ദമ്പതിമാർക്ക് വിവാഹം കഴിക്കാൻ മൗലികാവകാശമുണ്ടെന്ന് അവകാശപ്പെടാനാവില്ലെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഇത് വളരെ ഡിസപ്പോയിന്റിംഗ് ആയ ഒരു വേർഡിക്റ്റ് ആണ് എന്ന് പറയേണ്ടി വരും. ഇനീഷ്യലി നിയമം ഉണ്ടായത് തന്നെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലും ഒരു നിയമനിർമ്മാണം വഴി അതിനെ മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെയധികം ഒരു നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. ഇവരും നമ്മുടെ പൗരന്മാരാണ്, അവരും മനുഷ്യരാണ്. ഞാൻ മുമ്പ് കാതൽ ദ കോർ എന്നുള്ള സിനിമയുടെ റിവ്യൂല് ഈ വീഡിയോ സീരീസിൽ 104th വീഡിയോയിൽ പറഞ്ഞ പോലെ അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അവരുടെ ചോയ്സ് കൊണ്ടല്ല. ഇറ്റ്സ് ബൈ ബർത്ത്. ഹോർമോണൽ ഇതുകൊണ്ട് ബർത്തിൽ വന്നൊരു കാര്യമാണ്. വോളണ്ടറിലി അവരാരും തിരഞ്ഞെടുത്തൊരു കാര്യമല്ല അത്. നമ്മുടെ എല്ലാം ഒരു നോർമൽ മെയിൽ ഫീമെയിൽ സ്റ്റാറ്റസ് എങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്തതല്ലയോ, അതിൽ പ്രത്യേകിച്ച് നമുക്ക് യാതൊരു റോളും എങ്ങനെ ഇല്ലാതിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് അവരുടെയും കാര്യം. ഇപ്പം നമ്മൾ ആണല്ലെങ്കിൽ പെണ്ണായത്, അല്ലെങ്കിൽ നമ്മുടെ വേറെ ഒരുപാട് കാര്യങ്ങൾ, പൊക്കം, വണ്ണം, നിറം, ഒരുപാട് കാര്യങ്ങൾ, അതൊന്നും നമ്മുടെ കഴിവ് കൊണ്ട് തിരഞ്ഞെടുത്തതോ കിട്ടിയതോ അല്ല. ജസ്റ്റ് കോയിൻസിഡൻ്റൽ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് അവരുടെ കേതും. അത് ബയോളജിക്കലി ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഹോർമോണൽ ആയിട്ടുള്ള കാര്യമാണ്. ദേ ആർ നോട്ട് ക്രിമിനൽസ്. അവരൊരു തെറ്റും ചെയ്തിട്ടുള്ള ആൾക്കാരല്ല. ഒന്നാമത് ആ അവസ്ഥ തന്നെ തെറ്റല്ല, അതൊരു വേരിയേഷൻ മാത്രമാണ്. രണ്ടാമത് ആ അവസ്ഥ ബയോളജിക്കലി ഉണ്ടായൊരു കാര്യമാണ്, അവർ തിരഞ്ഞെടുത്തല്ല. സോ അവർക്ക് ബാക്കി ഏതൊരു പൗരനുമുള്ള എല്ലാ മൗലികാവകാശങ്ങളും അവർക്കും ഉണ്ടാവേണ്ടതാണ്. അതിനുവേണ്ടി നമുക്ക് സ്പെഷ്യലായിട്ട് പുഷ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ നിയമത്തിൻ്റെ ഒരു വലിയൊരു അപാകതയാണ് കാണിക്കുന്നത്. നിയമം എന്ന് പറയുമ്പോൾ നിയമനിർമ്മാണം നടത്തിയ ലെജിസ്ലേച്ചറും അതിനെ എന്താ പറയുക, അത് ഉപയോഗിക്കുന്ന ജുഡീഷ്യറിയും എല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നു. അവരെ നമ്മൾ എന്തിനാണ് വേർതിരിച്ച് കാണുന്നത്? ഹു ആർ വി ടു ജഡ്ജ് ദം? വാട്ട് റൈറ്റ് ഡു വി ഹാവ് ടു ജഡ്ജ് ദം? ഒരു പരിഷ്കൃത സമൂഹമെങ്കിലും ഇതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതില്ലേ? സ്വാതന്ത്ര്യം കിട്ടി 78 വർഷങ്ങൾ കഴിഞ്ഞു. 2025 നമ്മൾ ജീവിക്കുന്നത്. ഇവരുടെ റൈറ്റ്സിനെ കുറിച്ചും LGBTQ കുറിച്ചൊക്കെ ഒരുപാട് അവയർനെസ് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നമ്മുടെ നിയമനിർമ്മാണം, നമ്മുടെ നിയമങ്ങളും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും ഒരുപാട് വർഷങ്ങൾ പുറകിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ വളരെ നിരാശാജനകമായ ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു കപ്പിൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ഒരു ആൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് അവരുടേതല്ലാത്ത ഇതുകൊണ്ട് ഒരു അവസ്ഥ വന്നു ചേർന്നു. അവരൊരു നോർമൽ ലൈഫ്, ഒരു സാധാരണ ഒരു ആണാണ് ഈ പെൺകുട്ടി വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ തിരിച്ചും ജീവിക്കാനാണോ നമ്മൾ പറയേണ്ടത്? അതൊരു വലിയ തെറ്റല്ലേ? അവരോട് ചെയ്യുന്നൊരു തെറ്റല്ലേ? അതുപോലെ അവർ ആരെയാണോ വിവാഹം കഴിക്കുന്നത് അവരോടും ചെയ്യുന്നൊരു തെറ്റല്ലേ? അപ്പോൾ കാതൽ സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ക്യാരക്ടറിനെ പോലെ ഒരാൾ, അയാൾക്ക് സമൂഹത്തിന്റെ പ്രഷർ കാരണോ നമ്മുടെ നിയമങ്ങൾ കാരണോ അത് പുറത്തു പറയാൻ കഴിയുന്നില്ല. സാമൂഹിക സമ്മർദ്ദവും വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദവും കാരണം അയാൾക്ക് ജ്യോതികയുടെ ക്യാരക്ടറിനെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഇവൻച്വലി അവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അവർ 20 വർഷം ജീവിച്ചതിന് എന്തർത്ഥമാണ് അവിടെ ഉണ്ടായത്? ആ സിനിമയിലായതുകൊണ്ട് തന്നെ ഒരു ലാസ്റ്റ് ഒരു നല്ല എൻഡിങ് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ റിയൽ ലൈഫിൽ എത്ര പേർക്ക് അത്രയും വലിയ എൻഡിങ് കിട്ടുന്നുണ്ട്? എത്ര പേർക്ക് ആ അവസ്ഥ തുറന്ന് പറയാൻ കഴിയുന്നുണ്ട്? ഇതൊരു ക്രിമിനൽ അവസ്ഥയായിട്ട് വരെ പരിഗണിച്ചിരുന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു. കാതൽ ദ കോർ സിനിമയിൽ ജ്യോതികയുടെ വക്കീൽ പറയുന്ന ഒരു ഇതുണ്ട്, ദ നാഷൻ ഓവ്സ് ദം ആൻ അപ്പോളജി. അത് 100% ശരിയാണ്. ദ നാഷൻ ഓവ്സ് ദം ആൻ അപ്പോളജി. അതൊരു ക്രിമിനൽ കുറ്റമല്ല. ഇനി അവർക്ക് വിവാഹം കഴിക്കാനുള്ള അവകാശം എല്ലാവരെയും പോലെ കൊടുക്കേണ്ടത് തന്നെയാണ്. രണ്ട് വ്യക്തികൾ പരസ്പരം ഹോമോസെക്ഷലായ രണ്ട് വ്യക്തികൾ കൺസെന്റോട് കൂടി ഒരു വിവാഹം നടത്തുന്നതിൽ എന്താണ് പ്രശ്നം? ഇതിൽ നിയമനിർമ്മാണമോ ഭരണകൂടമോ കോടതിയോ ഇടപെടേണ്ട ആവശ്യം എന്താണ്? പ്രത്യേകിച്ച് ഒരുപാട് ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ പെൻഡിംഗ് ആയി കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പം അത്തരത്തിലുള്ള ക്രിമിനൽ വയലന്റ് ട്രസ്പാസസിൽ പോലും നമുക്ക് പൂർണ്ണമായി വിധി കൽപ്പിക്കാനാവാത്തൊരു അവസരത്തിൽ ടോട്ടലി ബയോളജിക്കലായ, ടോട്ടലി പേഴ്സണലായ, മറ്റാരെയും ഉപദ്രവിക്കാത്ത ഈ വ്യക്തിപരമായ ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണ് ഭരണകൂടവും കോടതിയും ഇടപെടുന്നതെന്ന് ഓരോ പൗരനും ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇറ്റ്സ് നൺ ഓഫ് ദ ബിസിനസ് ഓഫ് ദ ജുഡീഷ്യറി ഓർ ദ ലെജിസ്ലേച്ചർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റിഗ്മ മാറാൻ ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും. അത് ഓർഗാനിക്കായിട്ട് പതുക്കെ വിദ്യാഭ്യാസം കൊണ്ടും ലോകം കാണുന്നത് കൊണ്ടും തിരിച്ചറിവ് കൊണ്ടും നമ്മുടെ എല്ലാം പൊട്ടക്കിണറ്റുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നതുകൊണ്ട് മാത്രമേ അത് നടക്കുള്ളൂ. പക്ഷേ നിയമം അതിന് മുമ്പേ സഞ്ചരിക്കണം. ഒരു സമൂഹത്തിനോ വ്യക്തികൾക്കോ സ്റ്റിഗ്മ ഉണ്ടാവുന്നതും ഒരു നിയമപ്രകാരം ഒരു കാര്യം അലൗഡ് അല്ലാതിരിക്കുകയോ തെറ്റാവുകയോ ചെയ്യുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ, ഇറ്റ്സ് മച്ച് മോർ സീരിയസ്. വിവാഹത്തിനുള്ള അവകാശം മൗലികമല്ലേ? ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികൾക്ക് എന്തുകൊണ്ട് വിവാഹം കഴിച്ചുകൂടാ? എന്തുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു കൺസെന്റോ പ്രത്യേകിച്ചൊരു നിയമമോ വേണം? ഇറ്റ്സ് റിഡിക്കുലസ് ടു സേ ദ ലീസ്റ്റ്.
അങ്ങനെ കുട്ടികളെ ദത്തെടുക്കാനാവില്ല എന്ന് പറയുന്നു. നോർമലി ഇങ്ങനത്തെ ഒരു കപ്പിളിന് കുട്ടികൾ ഉണ്ടാവില്ല. പക്ഷേ അനാഥരായി കഴിയുന്ന കുട്ടികളെ ഇവർക്ക് ദത്തെടുക്കാൻ കഴിയുമെങ്കിൽ, ആ കുട്ടികൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ കഴിയുമെങ്കിൽ എന്താണ് അതിൽ തെറ്റ്? അതൊരു വലിയ പുണ്യമല്ലേ? ഓഫ് കോഴ്സ് അച്ഛനും അമ്മയും ആകുന്ന പോലെ ഒരു നോർമൽ കപ്പിളിനെ പോലെ ഇവർക്ക് എത്രത്തോളം കഴിയും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആരുമില്ലാതെ അനാഥാലയത്തിൽ കഴിയുന്നതിനേക്കാളും എത്രയോ ഭേദമല്ലേ ഇങ്ങനത്തെ ഒരു കപ്പിളിൻ്റെ കുട്ടികളായിട്ട് ജീവിക്കുക എന്നുള്ളത്. ദത്തെടുക്കൽ പോലുള്ള കാര്യങ്ങൾ ഏതൊരവസ്ഥയിലും പ്രോത്സാഹിപ്പിക്കാനാണ് ഒരു പരിഷ്കൃത സമൂഹം ശ്രമിക്കേണ്ടത്. ഓരോ കുട്ടിയും വളർന്നു വരുമ്പോൾ അവർക്കൊരു കുടുംബവും അച്ഛനും അമ്മയും ഒക്കെ വേണ്ടതാണ്. അനാഥാലയങ്ങൾ നല്ലൊരു സാമൂഹിക ധർമ്മം നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അതൊരു സൊല്യൂഷൻ അല്ല. ഒരു കുടുംബത്തിൽ നല്ല രീതിയിൽ എല്ലാ സ്നേഹവും ഇത് കരുതലും കൂടി വളർന്നു വരുന്നതിന് പകരമാവില്ല ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഓർഫനേജ് ഹോംസും ഒന്നും തന്നെ. സോ ഒരു കുട്ടീനെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഇവരുടെ കേസിലാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എത്തിക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യല്ലേ വേണ്ടത്. ദത്തെടുക്കൽ, അവയവദാനം പോലുള്ള കാര്യങ്ങളെ എല്ലാ രീതിയിലും പ്രൊമോട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഇത് തികച്ചും ഒരു ഡിസപ്പോയിൻറ്റിങ് വേർഡിക്റ്റ് ആണ്. വരും വർഷങ്ങളിലെങ്കിലും ഇതിന് എത്രയും പെട്ടെന്ന് മാറ്റം വരട്ടെ എന്നും എല്ലാവരെയും പോലെ ഇവർക്കും അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ദേ ആർ ജസ്റ്റ് എ വേരിയേഷൻ, നാച്ചുറലി ഒക്കേർഡ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ മാത്രമാണ് തങ്ങളെന്നും മറ്റേതൊരു പൗരനെയും പോലെ എല്ലാ രീതിയിലും ജീവിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും ഉള്ള സത്യം അത് കോടതിയും നമ്മുടെ സമൂഹവും നമ്മുടെ എല്ലാം മനസ്സുകളും അംഗീകരിക്കുന്ന ഒരു കാലം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് വളരെ നിരാശാജനകമായി ഈ വാർത്ത വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുള്ളൂ. പലപ്പോഴും ആ കാതൽ സിനിമയുടെയൊക്കെ റിവ്യൂസ് കാണുമ്പോൾ എൻ്റെ താഴെയുള്ള കമൻറ്റുകൾ കാണുമ്പോൾ ഇറ്റ് ഫീൽസ് പാത്തറ്റിക്. നമ്മളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് തോന്നിപ്പോൾ. ഇറ്റ്സ് എ ബയോളജിക്കൽ തിങ്. ഇറ്റ്സ് നോട്ട് ഈവൻ എ വോളണ്ടറി ചോയ്സ്. ഇറ്റ്സ് നോട്ട് എ ക്രൈം. വി ഹാവ് അബ്സല്യൂട്ട്ലി നോ റൈറ്റ് ടു ജഡ്ജ് ദം എന്നുള്ളത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു. നമ്മൾ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് ലീവ് ദം ഓൺ ഡെയർ ഓൺ. അവർക്ക് അവരുടെ അവസ്ഥ പറയാൻ പറ്റുകയും സ്റ്റിഗ്മയോ അല്ലെങ്കിൽ ഫിസിക്കലിയോ മെൻ്റലിയോ ടോർച്ചർ ഇല്ലാത്ത അവസ്ഥ പറയാൻ പറ്റുകയും അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ മതി. അവരെ വെറുതെ വിടും, അവർ ജീവിച്ചോട്ടെ. നമുക്ക് എന്താണ് അതിൽ കാര്യം എന്നുള്ളത് എനിക്ക് പറയേണ്ടി വരും. ഇനി അതിൽ നിയമനിർമ്മാണം നടക്കണം. ഉള്ള നിയമങ്ങൾ തന്നെ കോടതി വളരെ ലീനിയൻ്റ് ആയിട്ടും മനുഷ്യത്വപരമായിട്ടും ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. വീഡിയോ നമ്പർ 104 കാണാത്തവരൊന്ന് കണ്ടോളൂ. ഈ അവസ്ഥയെക്കുറിച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു അർഹമായൊരു മൗലികാവകാശം ഇവിടെ നിഷേധിക്കപ്പെടുകയാണ്. ഈ വാർത്തക്കെതിരെ കാര്യമായിട്ട് പ്രതിഷേധമോ കാര്യമായിട്ട് ഒന്നും ഞാൻ കണ്ടില്ല എവിടെയും സോഷ്യൽ മീഡിയയിൽ നിന്നും. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇത്രയും അവയർനെസ് ഉള്ള ഈ കാലഘട്ടത്തിൽ പോലും ഇതിനു വേണ്ടി പറയാൻ ആരുമില്ലേ? ഇതിനെക്കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യാനും സംസാരിക്കാനും പോലും ആരുമില്ലേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അന്തിച്ചർച്ച നടത്തുന്ന നമ്മുടെ ചാനലുകളും ആരും ഇതൊന്നും കാണുന്നില്ലേ? ഇത്തരത്തിലുള്ള അവസ്ഥ എന്താ ഉണ്ടാക്കാന്ന് പറയും. ഇവർ ഈ അവസ്ഥകളെല്ലാം മറച്ചു വയ്ക്കും. അവർ മറച്ചു വെച്ച സാധാരണ കുടുംബങ്ങളിലേക്ക് പോകും. കുടുംബങ്ങൾ തകരപ്പെടും. ഒരുപാട് പേര് നീറി പുകഞ്ഞ് ജീവിക്കേണ്ടി വരും. കാതൽ സിനിമയിലെ ജ്യോതികയെ പോലെ. നമ്മൾ അറിയുന്നത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. അറിയാതെ എത്രയോ ജീവിതങ്ങളാണ് ആണും പെണ്ണുമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സന്തോഷവുമില്ലാതെ ജീവിക്കേണ്ടി വരുന്നത്. ഇറ്റ്സ് നോട്ട് ഫെയർ ഓൺ എ സിവിലൈസ്ഡ് സൊസൈറ്റി. നമ്മൾ എല്ലാ രീതിയിലും നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ഈ നിയമനിർമ്മാണത്തിൽ നമ്മൾ ഈ തെറ്റ് തിരുത്തേണ്ടതാണ്. കുടുംബം, സദാചാരം, കാര്യങ്ങൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. കുടുംബ വ്യവസ്ഥ വേണം, എല്ലാത്തിനും ഞാൻ യോജിക്കുന്നു. പക്ഷേ അതിനെല്ലാം പ്രിസർവ് ചെയ്യാനുള്ള വഴി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിരോധിക്കുകയോ നോർമൽ ബയോളജിക്കൽ വേരിയേഷൻസ് ആയി ഇത്തരം കാര്യങ്ങളുടെ മേൽ നമ്മൾ എന്താ പറയുക ഇരുമ്പ് ദണ്ട് പ്രയോഗിക്കുകയോ അല്ല. ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ ദ വേ. അതൊരു വോളണ്ടറി ചോയ്സ് പോലുമല്ല. വോളണ്ടറി ചോയ്സ് ആയിട്ടുള്ള ലിവിങ് ടുഗദർ പോലുള്ള കാര്യങ്ങളിൽ പോലും അവിടെ പോലും നിയമം കൊണ്ട് നിരോധിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഓഫ് കോഴ്സ് ദാറ്റ്സ് നോട്ട് എ തിങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു സീ. കാര്യം അത് അവിടെ ഒരു വോളണ്ടറി ചോയ്സ് ആണ്. ബട്ട് അഗെയിൻ ഒരു കാര്യം നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളതും അത് നിയമം മൂലം തെറ്റാന്ന് പറയുന്ന ഒരുപാട് വ്യത്യാസമുണ്ട്. ഡിഫറൻസസ് ആൻഡ് റോങ്സ് എന്നുള്ള വീഡിയോ പറഞ്ഞ പോലെ. അപ്പോൾ അത്തരം വോളണ്ടറി ചോയ്സ് ഉള്ള കാര്യങ്ങളിൽ പോലും നിയമം മൗലികമായ അവകാശങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിയമം ഇതിൽ തിരുത്തുമെന്നും നമ്മുടെ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എല്ലാം ഇതിൽ എന്തെങ്കിലും തിരുത്തുമെന്നും എത്രയും പെട്ടെന്ന് തിരുത്തുമെന്നും അവർക്ക് അർഹമായ 100% അവർക്ക് അർഹമായതും എന്നാൽ ക്രൂരമായി നമ്മൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഈ കാര്യം അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നും ആഗ്രഹിക്കുന്നു. ഐ ഫീൽ ഫോർ ദം. എന്താ പറയുക, എംപതൈസ് ചെയ്യുന്നു, സിംപതൈസ് ചെയ്യുന്നു. പക്ഷേ ബട്ട് വി ഹാവ് ഗോട്ട് ടു ചേഞ്ച്. വേറെ എന്താ ഇതിൽ പറയാനുള്ളത്? ഈ വാർത്ത വായിച്ചപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ഐ ഹോപ്പ് യു ഗെറ്റ് ദ പോയിന്റ്. താങ്ക് യു.